കുവൈറ്റിൽ വീണ്ടും തീപിടുത്തം. കുവൈറ്റിലെ ജഹ്റയിലെ ടയർ ശേഖരത്തിലാണ് ഇത്തവണ തീപിടിച്ചത്. മരുപ്രദേശത്തുള്ള ടയർ കൂമ്പാരങ്ങൾക്കായിരുന്നു തീപിടിച്ചത്. ഏകദേശം 5000 ചതുരശ്ര മീറ്ററോളം തീ പടരുകയായിരുന്നു. എന്നാൽ ആളപായമുണ്ടായതായി കരുതുന്നില്ല. അൽ തഹരീർ, അൽ അർദിയ, അൽ ഇസ്നദ് എന്നീ പ്രദേശങ്ങളിലെ അഗ്നിശമന സേനയുടെ സഹായത്തോടെ തീപിടുത്തം നിയന്ത്രിക്കാൻ കഴിഞ്ഞതായി സുരക്ഷാ അധികൃതർ അറിയിക്കുകയുണ്ടായി. അപകടമുണ്ടാകാൻ ഇടയായ സാഹചര്യത്തെപ്പറ്റി അന്വേഷണം നടക്കുന്നതായി ജനറൽ ഫയർ ബ്രിഗേഡ് പറഞ്ഞു. 2 മാസം മുന്നെയായിരുന്നു കുവൈറ്റിലെ വ്യവസായശാലയിൽ തീപിടിച്ചത്. കുവൈറ്റിലെ പ്രമുഖ ഷുവൈഗ് വ്യവസായശാലയിൽ വൻ തീപിടുത്തമായിരുന്നു സംഭവിച്ചത്. ആയിരക്കണക്കിന് ദിനാറിന്റെ ഭക്ഷ്യവസ്തുക്കൾ കത്തിനശിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. സമീപ ഗവർണറേറ്റുകളിലെ അഗ്നിശമന സേനകളുടെ സംയുക്ത ഇടപെടലിനെ തുടർന്ന് ഷുവൈഗ് വ്യവസായ മേഖലയിലുണ്ടായ വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിക്കുകയായിരുന്നു. അന്ന് ബുധനാഴ്ച പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ കുവൈറ്റിലെ അതിപുരാതന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ സൂക്കൽ അൽ മിറയുടെ ഷുവൈക്കലിലെ സൂപ്പർ മാർക്കറ്റ് പൂർണ്ണമായും കത്തിനശിക്കുകയും ചെയ്തിരുന്നു. 3000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മീറാസുകിലാണ് വൻ അഗ്നിബാധ ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമികമായി കരുതിയത്. രാജ്യത്തെ 6 കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയ 150ഓളം അഗ്നിശമന സേന വിഭാഗങ്ങളുടെ മണിക്കൂറുകൾ നീണ്ട നിരന്തരമായ പരിശ്രമത്തിന് ഒടുവിലാണ് അന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്ത സമയത്ത് കെട്ടിടത്തിനുള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നതായി സംശയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും കുവൈറ്റിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇത്തവണ ആളപായമില്ല എന്നതാണ് ഏറെ ആശ്വാസകരം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.